السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്നാണ്, ഈമാൻ കാര്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂലുകളിലുള്ള വിശ്വാസം. അള്ളാഹുവിൽ, അവൻ്റെ മലക്കുകളിൽ, അവൻ്റെ കിതാബുകളിൽ, അവൻ്റെ റസൂലുകളിൽ, അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കാത്ത ഒരാളും മുസ്ലിം ആവുകയില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പല ഹദീസുകളിലും ആവർത്തിച്ചു പറഞ്ഞതായി നമുക്ക് കാണാം. ആമൻതു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ദീനിനെക്കുറിച്ച്, നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കുന്ന വല്ലതും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിച്ച വാക്കാണ് ആമൻതു ബില്ലാഹി വറസൂലിഹി. ആമൻതു ബില്ലാഹി വറസൂലിഹി, നീ പറയുക, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വറസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലുകളിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നബിമാരിൽ ആരെയെങ്കിലും ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറായി പോയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലുകളെ നിഷേധിക്കുന്നവരാണ് യഥാർത്ഥ കാഫിറുകൾ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറഞ്ഞത് ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈന അല്ലാഹി വറസൂലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖ വഅഅ്തദ്നാ ലിൽകാഫിരീന അദാബൻ മുഹീന. അള്ളാഹുവിനെയും അവൻ്റെ റസൂലുകളെയും നിഷേധിക്കുന്ന, അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും അവിശ്വസിക്കുന്ന ചിലരുണ്ട്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും, അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലുമുള്ള വിശ്വാസത്തെ വേർപെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്, ഞങ്ങൾ ചില നബിമാരിൽ വിശ്വസിച്ചിരിക്കുന്നു, ചില നബിമാരിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു, ചില നബിമാരിൽ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിനിടയിലുള്ള ഒരു മാർഗമാണ് അവർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥ കാഫിറുകൾ, യഥാർത്ഥത്തിൽ നിഷേധികൾ അവരാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എന്നാൽ മുഅ്മിനുകൾ, അവർ അള്ളാഹുവിലും അവൻ്റെ മുഴുവൻ റസൂലുകളിലും വിശ്വസിക്കുന്നവരാണ്. അവർക്ക് അള്ളാഹു വലിയ പ്രതിഫലമാണ് ഒരുക്കി വച്ചിട്ടുള്ളത്. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറഹും വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. എന്നാൽ അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കുകയും ആ റസൂലുകളിൽ ചിലരെ മാറ്റി നിർത്തി ചിലരിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്ത മുഅ്മിനുകൾ, അവർക്ക് അള്ളാഹു അവരുടെ പ്രതിഫലം നൽകുന്നവനാണ്. അള്ളാഹു അവർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. പല ആളുകളും പ്രതിഫലം എന്ന് പറഞ്ഞാൽ അമലുകളിൽ, പ്രവർത്തനങ്ങളിൽ, കർമ്മങ്ങളിൽ മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, അള്ളാഹുവിൽ നീ വിശ്വസിക്കുന്നു, അവൻ്റെ റസൂലുകളിൽ നീ വിശ്വസിക്കുന്നു, അതിന് അള്ളാഹുവിൻ്റെ മഹത്തരമായ പ്രതിഫലം നീ പ്രതീക്ഷിച്ചു കൊള്ളുക. ഈമാനിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം പ്രതീക്ഷിക്കുക. സഹോദരങ്ങളെ,
റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് അവൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന, അവനിലേക്ക് വിളിക്കുന്ന, അവരെ നീതിയും അനീതിയും വേർതിരിച്ച് സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കി കൊടുക്കുന്ന റസൂലുകളെ നിയോഗിച്ചത് എന്തിനാണ്? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അന്നപാനീയങ്ങളെക്കാൾ, ഭക്ഷണത്തെക്കാൾ, വെള്ളത്തെക്കാൾ, വസ്ത്രത്തെക്കാൾ, ഈ ഭൂമിയിൽ സകലതും മുളച്ചു പൊങ്ങാനും ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാനും അല്ലാഹു കാരണമാക്കിയ സൂര്യനേക്കാൾ, മഴയേക്കാൾ എല്ലാം മനുഷ്യർക്ക് അങ്ങേയറ്റം ആവശ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ റിസാലത്ത് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണമെന്നത്, അള്ളാഹുവിൻ്റെ റസൂലുകൾ നമ്മിലേക്ക് അവരുടെ സന്ദേശം, റബ്ബിൻ്റെ സന്ദേശം എത്തിച്ചു തരണമെന്നത്. നുബൂവത്തിൻ്റെ സൂര്യൻ, റിസാലത്തിൻ്റെ സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്താണ്? ഈ ലോകം അതിനെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ശാപമാണ്, അള്ളാഹുവിൻ്റെ ശാപമാണ്. ഹൃദയങ്ങളെല്ലാം അങ്ങേയറ്റത്തെ ഇരുളിൽ മൂടിയിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലുകൾ പഠിപ്പിച്ച റബ്ബിൻ്റെ റിസാലത്തിൻ്റെ ആ വെളിച്ചം എത്തിയില്ല എങ്കിൽ ഒരു മനുഷ്യൻ്റെയും ബുദ്ധി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലുകൾ പഠിപ്പിച്ച സന്മാർഗം അത് കേവല ബുദ്ധി കൊണ്ട് മാത്രം ആ റിസാലത്തില്ലാതെ നന്മകൾ മനസ്സിലാക്കാനോ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനോ സാധ്യമല്ല. ഒരു ബുദ്ധിയും നേർവഴിയിലാവുകയില്ല അള്ളാഹുവിൻ്റെ റസൂലുകൾ ഇവിടെ വന്നില്ല എങ്കിൽ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റിസാലത്ത് ആ സൂര്യനങ്ങ് അണഞ്ഞുപോയാൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള അള്ളാഹുവിൻ്റെ റസൂലുകൾ പഠിപ്പിച്ച സന്ദേശം ആ സൂര്യൻ ഈ ഭൂമിയിൽ നിന്ന് അണഞ്ഞുപോയാൽ അതോടെ യഥാർത്ഥ സൂര്യനും ചന്ദ്രനും അതിൻ്റെ വെളിച്ചം കെട്ട് അസ്തമിക്കുന്നതാണ്. ഒരിക്കലും പിന്നീട് ഉദിക്കാത്ത രൂപത്തിൽ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതാണ്. അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ച നന്മകൾ ഇവിടെ ബാക്കിയുള്ളത് കൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ലോകം ഇങ്ങനെ നിലനിർത്തുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല അവൻ്റെ റസൂലുകളെ, അവൻ്റെ നബിമാരെ ഈ ലോകത്തേക്ക് നിയോഗിക്കുക എന്നത് അള്ളാഹു മനുഷ്യർക്ക് ചെയ്യുന്ന, പടപ്പുകൾക്ക് ചെയ്യുന്ന മഹത്തരമായ അനുഗ്രഹങ്ങളിലൊന്നാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നോക്കൂ, അല്ലാഹു പറഞ്ഞത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനുകൾക്ക്, വിശ്വാസികൾക്ക് വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവരിലേക്ക് നിയോഗിച്ചതിലൂടെ. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ആ റസൂൽ അവർക്ക് ഓതിക്കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുന്നു, അവരെ സംസ്കരിച്ചെടുക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിൻ്റെ കിതാബും റബ്ബ് സുബ്ഹാനഹു വ തആല ആ നബിയിലൂടെ ഈ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും യുക്തിസഹമായ കാര്യങ്ങളും ആ നബിയുടെ ചര്യയും ആ നബിമാർ ജനങ്ങളെ പഠിപ്പിക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, അള്ളാഹു മുഅ്മിനുകൾക്ക് അത് മുഖേന വലിയ അനുഗ്രഹമാണ് ചൊരിഞ്ഞിട്ടുള്ളത് എന്ന്. ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്നത്, അവരെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിൻ്റെ അനുമതിയാൽ അള്ളാഹുവിൻ്റെ റസൂലുകളാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. അലിഫ് ലാം റാ, ഈ കിതാബ് ഓ നബിയെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ലിതുഖ്രിജ അന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് താങ്കൾ അവരെ നയിക്കുവാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ നബിമാരാണ് ഷിർക്കിൻ്റെ ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യരെ തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. ബിദ്അത്തുകളുടെ, അനാചാരങ്ങളുടെ ഇരുട്ടുകളിൽ നിന്ന് സുന്നത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ ആ നേർരേഖയിലേക്ക് അവരെ നയിക്കുന്നത് അള്ളാഹുവിൻ്റെ നബിമാരാണ്. തിന്മകളുടെ, പാപങ്ങളുടെ, വൃത്തികേടുകളുടെ ഇരുട്ടുകളിൽ നിന്ന് സദാചാരത്തിൻ്റെ, നന്മയുടെ, അള്ളാഹു തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങളുടെ വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലുകളാണ്. അള്ളാഹു മനുഷ്യർക്ക് അതിലൂടെ വലിയ കാരുണ്യമാണ് ചൊരിഞ്ഞിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ഓ നബിയെ ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, നാം അറിയുക, മനസ്സിലാക്കുക, അള്ളാഹു അവൻ്റെ നബിമാരിൽ
അള്ളാഹു അവൻ്റെ നബിമാരായി മനുഷ്യരിൽ ആരെയാണ് തിരഞ്ഞെടുക്കുക, ആരെയാണ് അള്ളാഹു അവൻ്റെ നബിയായി റസൂലായി തിരഞ്ഞെടുക്കുക? രണ്ടു കാര്യങ്ങൾ നാം അവിടെ വിശ്വസിക്കേണ്ടതുണ്ട്, പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മാത്രം തീരുമാനമാണ്, അവൻ്റെ മാത്രം തിരഞ്ഞെടുപ്പാണ് ആരാണ് അവൻ്റെ റസൂലായിരിക്കേണ്ടത് എന്ന്, ആരാണ് അള്ളാഹുവിൻ്റെ നബി ആയിരിക്കേണ്ടത് എന്ന്. ഒരാൾ എത്ര അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താലും, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും, എത്ര അള്ളാഹുവിനെ സ്മരിച്ചാലും, എത്ര നല്ല സ്വഭാവത്തിനുടമയായാലും അയാൾക്ക് സ്വയം അള്ളാഹുവിൻ്റെ നുബൂവത്ത് എന്ന പദവി, റബ്ബിൻ്റെ നബിയാവുക എന്ന പദവി, അള്ളാഹുവിൻ്റെ റസൂലാവുക എന്ന ഉന്നതമായ പദവി നേടിയെടുക്കുക സാധ്യമല്ല. മറിച്ച് അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, അള്ളാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വ മിനൻ നാസ്, അള്ളാഹു മലക്കുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും അവൻ്റെ ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു. മനുഷ്യരിൽ നിന്നുള്ള റസൂലുകൾ, ആ റസൂലുകൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളിൽ നിന്നുള്ള റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ മനുഷ്യരിൽപ്പെട്ട റസൂലുകൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ദൂതൻ എന്ന അർത്ഥത്തിലുള്ള റസൂൽ. ഇങ്ങനെ റബ്ബാണ് തിരഞ്ഞെടുക്കുക. അള്ളാഹു യസ്തഫി, അള്ളാഹുവാണ് തിരഞ്ഞെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ്റെ അന്തിമ റസൂലായി തിരഞ്ഞെടുത്തതോടെ ആ കണ്ണി അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരാളും ഖിയാമത്ത് നാൾ വരെ നബിയാകാനോ റസൂലാകാനോ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. ഇത് ഫലശൂന്യമായ കാര്യമാണ്. അങ്ങനെ ഒരാളും ചെയ്യുക പാടില്ല, ഇത് വിഡ്ഢിത്തമാണ്. രണ്ടാമത്തെ കാര്യം, പ്രിയ സഹോദരങ്ങളെ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരാണ് തിരഞ്ഞെടുക്കുക. പക്ഷേ രണ്ടാമതൊരു കാര്യമുണ്ട്, അള്ളാഹു തിരഞ്ഞെടുക്കുക അതിനേറ്റവും യോജിച്ച, ഏറ്റവും നല്ലവരായ, ഏറ്റവും പരിശുദ്ധമായ ഹൃദയങ്ങൾക്കുടമകളായ ആളുകളെ മാത്രമാണ് അള്ളാഹു അവൻ്റെ നബിയായി റസൂലായി തിരഞ്ഞെടുക്കുക. അങ്ങനെ റസൂലായി നബിയായി തിരഞ്ഞെടുക്കുന്നതിലൂടെ അവരുടെ പരിശുദ്ധിക്കുമേൽ പരിശുദ്ധി, ശ്രേഷ്ഠതക്കുമേൽ ശ്രേഷ്ഠത അവർക്ക് ലഭിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഒരാൾക്കും അയാളുടെ നന്മ കൊണ്ട് നബിയാകാനോ റസൂലാകാനോ സാധ്യമല്ല, അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അള്ളാഹു മോശക്കാരായ ആളുകളെയോ വൃത്തികെട്ട ആളുകളെയോ അവൻ്റെ നബിമാരാക്കുകയില്ല. ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂലുകൾ. സഹോദരങ്ങളെ, നാം അറിയുക എന്താണ് അള്ളാഹുവിൻ്റെ റസൂലുകളുടെ ഉത്തരവാദിത്തം. എന്തിനു വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അവൻ്റെ നബിമാരെ നിയോഗിച്ചിട്ടുള്ളത്? അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ നിയോഗിച്ചിട്ടുള്ളത് ഒന്നാമതായി റബ്ബിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. ആരാണ് അവരുടെ റബ്ബ്? ആ റബ്ബിനോടുള്ളവരുടെ ബാധ്യത എന്താണ്? ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്? അള്ളാഹുവിൻ്റെ നബിമാർ ഇത് പഠിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ ആളുകൾക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? രണ്ടാമത്തെ കാര്യം, ആ റബ്ബിലേക്കുള്ള വഴി എന്താണ്? അള്ളാഹു തൃപ്തിപ്പെടാൻ, അള്ളാഹു റബ്ബുൽ ആലമീൻ എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ്റെ പൊരുത്തം നേടാൻ ഞാൻ എന്തു വിശ്വസിക്കണം, എന്തു പ്രവർത്തിക്കണം? ആ വഴി പഠിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു നബിമാരെ നിയോഗിച്ചത്. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ റബ്ബിൽ ഈ യഥാവിധി വിശ്വസിച്ച് അവനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ എന്തു പ്രതിഫലമാണ് ലഭിക്കാനിരിക്കുന്നത്? പരലോകം എന്താണ്? അവിടെ എന്താണുള്ളത്? സ്വർഗനരകങ്ങൾ എന്താണ്? മരണശേഷം എന്താണ് നടക്കാൻ പോകുന്നത്? ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ മുഴുവൻ നബിമാരും മുഴുവൻ റസൂലുകളും മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് നന്നായി ചിന്തിച്ചു നോക്കൂ. മനുഷ്യർക്ക് ഇതുപോലെ ആവശ്യമുള്ള മറ്റേത് വിജ്ഞാനമുണ്ട്? തൻ്റെ റബ്ബിനെ കുറിച്ച് അറിയില്ല എങ്കിൽ ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തേണ്ട പ്രവർത്തനങ്ങൾ എന്താണ്, ആ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയില്ല എങ്കിൽ എങ്ങോട്ടാണ് തൻ്റെ പോക്ക്, തൻ്റെ മരണശേഷം എന്താണ് സ്ഥിതി എന്നറിയില്ല എങ്കിൽ മനുഷ്യരുടെ സ്ഥിതി എന്താണ്? അതിനേക്കാൾ മറ്റ് ഏത് കൂരിരുണ്ട ഇരുട്ടിലാണ് അവരകപ്പെടാനുള്ളത്? ഇതറിയില്ല എങ്കിൽ അതിനേക്കാൾ വലിയ വഴികേടെന്താണുള്ളത്? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ മൂന്ന് കാര്യങ്ങളാണ് നബിമാർ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച്, അവനോടുള്ള ബാധ്യതയെക്കുറിച്ച്, ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന വഴി എന്താണ് എന്നതിനെക്കുറിച്ച്, ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചാൽ ലഭിക്കാനിരിക്കുന്ന കാര്യം എന്താണ് അതേക്കുറിച്ച്. ഇതാണ് അള്ളാഹുവിൻ്റെ നബിമാർ മുഴുവൻ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നബിമാരെല്ലാം, മുഴുവൻ നബിമാരും മുഴുവൻ റസൂലുകളും പഠിപ്പിച്ച അടിസ്ഥാന ആദർശം ഒന്നു മാത്രമാണ്.
അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒരു നബിയും തമ്മിൽ മറ്റൊരു നബിയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അവരെല്ലാം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തവരായിരുന്നു. അതുപോലെ അവരെല്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരായിരുന്നു. അതുപോലെ അവർക്കെല്ലാം ഉണ്ടായിരുന്ന ശ്രേഷ്ഠമായ ഒരുപോലെ ഉണ്ടായിരുന്ന ഗുണങ്ങളുണ്ട്. അവരൊന്നും വൃത്തികേടുകൾ, കൊലപാതകം പോലെ, വ്യഭിചാരം പോലെ, മോഷണം പോലെ, വഞ്ചന പോലെ ഉള്ള വൃത്തികേടുകൾ ഏത് കാലത്തും ഏത് നാട്ടിലും ഒരുപോലെ അള്ളാഹു വിലക്കിയിട്ടുള്ള തിന്മകൾ അവരിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നത് ശരീഅത്തിൻ്റെ വിശദാംശങ്ങളിലാണ്. ചില നിയമങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു കാലത്തുള്ളത് മറ്റൊരു കാലത്ത് മാറ്റി നിശ്ചയിക്കുന്നതാണ്. ആളുകളുടെ സ്ഥിതിയും അവരുടെ ബുദ്ധിയും അവരുടെ ശാരീരിക സ്ഥിതിയും അവരുടെ മാനസികാവസ്ഥയും ഒക്കെ കൊണ്ട് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ച് അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. എന്നാൽ അടിസ്ഥാന പാഠങ്ങളെല്ലാം ഒന്നാണ്. അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഓ നബിയെ, താങ്കൾക്ക് മുൻപ് ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക. ഇത് പഠിപ്പിച്ചിട്ടല്ലാതെ, ഇത് ബോധനം നൽകിയിട്ടല്ലാതെ ഓ നബിയെ, താങ്കൾക്ക് മുൻപ് ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഞങ്ങൾ നബിമാർ ഇന്ന മഅശറൽ അംബിയാ അബ്നാഉ അല്ലാത്ത് ദീനുഹും വാഹിദ് വ ഉമ്മഹാതുഹും ശത്ത. നബിമാർ ഒരു പിതാവിൻ്റെ മക്കളെ പോലെയാണ്. അവരുടെ ദീനൊന്നാണ്, അവരുടെ ഉമ്മമാർ വേറെ വേറെയാണ്. എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളെല്ലാം ഒന്നാണ്. എന്നാൽ ശരീഅത്തിൻ്റെ ചില വിശദാംശങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ചില വ്യത്യാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, എങ്ങനെയാണ് നാം നബിമാരിൽ വിശ്വസിക്കേണ്ടത്, റസൂലുകളിൽ വിശ്വസിക്കേണ്ടത്? അള്ളാഹു പേര് പറഞ്ഞു തന്ന മുഴുവൻ നബിമാരിലും റസൂലുകളിലും അതുപോലെ വിശ്വസിക്കുക. എന്നാൽ അള്ളാഹു പേര് പറഞ്ഞു തരാത്ത, അള്ളാഹു നമുക്ക് കഥ വിവരിച്ച് തരാത്ത ധാരാളം റസൂലുകളുണ്ട്. ചില ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ 1,00,000-ലധികം നബിമാരുണ്ട്, 300-ലധികം റസൂലുകളെ അള്ളാഹു റബ്ബുൽ ആലമീൻ നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ വിശ്വസിക്കുക മാത്രമല്ല, അവരുടെ ശ്രേഷ്ഠതയിൽ നാം വിശ്വസിക്കണം. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള അവരുടെ മനോഹരമായ ചരിത്രം, അവർക്ക് അള്ളാഹു നൽകിയ സവിശേഷതകൾ അതൊന്നുപോലും നിഷേധിക്കാതെ അള്ളാഹുവും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്നതുപോലെ മുഴുവൻ റസൂലുകളിലും വിശ്വസിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ നബിമാരെ മുഴുവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ബഹുമാനത്തോടെയല്ലാതെ, ആദരവോടെയല്ലാതെ, അങ്ങേറ്റത്തെ സ്നേഹത്തോടെയല്ലാതെ ആ നബിമാരെക്കുറിച്ച് ഓർക്കാനോ അവരെക്കുറിച്ച് സംസാരിക്കാനോ പാടില്ല. അവരെ പരിഹസിക്കുകയോ അവരെ മോശക്കാരാക്കുകയോ അവരെക്കുറിച്ച് തമാശ പറയുകയോ ചെയ്യുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, കുഫറാണത്. ഒരാൾ ഏതെങ്കിലും ഒരു നബിയെ പരിഹസിച്ചു, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം പരിഹസിച്ചാലല്ല ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയോ കുത്തി പറയുകയോ ചെയ്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് അതോടെ പുറത്തു പോകും, അവൻ അള്ളാഹുവിൻ്റെ ശത്രുവായി തീരും. അതുപോലെ ഏതെങ്കിലും ഒരു നബിയെക്കുറിച്ച് ഒരു മോശമായ വാക്കൊരാൾ പറഞ്ഞാൽ അതോടെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. നമ്മൾ വിശ്വസിക്കുക അവർ മുഴുവൻ ശ്രേഷ്ഠരാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്, ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാണ്. അതുപോലെ അവർക്കിടയിൽ ശ്രേഷ്ഠതയിൽ വ്യത്യാസമുണ്ട്. അവരെല്ലാവരും ഒരേ ശ്രേഷ്ഠതയുള്ളവരല്ല, അവരെല്ലാവരും ശ്രേഷ്ഠരാണ്. പക്ഷേ അവരിൽ ചിലരെക്കാൾ കൂടുതൽ പദവി, അള്ളാഹുവിങ്കൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവരാണ്. അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വറബ്ബുക അഅലമു ബിമൻ ഫിസ് സമാവാതി വൽ അർദ് വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദിൻ വആതൈനാ ദാവൂദ സബൂറ. നിന്റെ റബ്ബിന് ആകാശങ്ങളിൽ ഭൂമിയിലുള്ളത് ആരാണ് എന്ന് ഏറ്റവും നന്നായി അറിയാം. വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദ്. നബിമാരിൽ ചിലരെ നാം ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. ലോകത്തുള്ള ബാക്കി മുഴുവൻ മനുഷ്യരെക്കാൾ, അവർ ഔലിയാക്കളാകട്ടെ, സാലിഹുകളായ ആളുകളാകട്ടെ, ശുഹദാക്കളാകട്ടെ, ആരാകട്ടെ, അവരാരും തന്നെ ഒരു നബിയുടെ പദവിയിൽ ഒരിക്കലും എത്തുകയില്ല. നബിമാരാണ് ഏറ്റവും ശ്രേഷ്ഠർ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വലിയകൾ ഏതെങ്കിലും ഒരു നബിയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫറായി പോകും. ഔലിയാക്കളെ കുറിച്ച് ഇന്ന് പലരും പറയുന്നത് പോലെ നബിമാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറയുന്ന വാദഗതികൾ സൂഫികൾക്കിടയിലുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദഗതിയാണത്.
എന്നാൽ ചിലർക്ക് അള്ളാഹുവിൻ്റെ നബിമാർ അവർക്കിടയിൽ ശ്രേഷ്ഠതയിൽ വ്യത്യാസമുണ്ട്. അവർക്കിടയിൽ നബിമാരും റസൂലുകളുമുണ്ട്. എന്താണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. വല്ലാഹു അലം, അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം എന്നാൽ ശത്രുക്കളായ, നിഷേധികളായ, എതിരാളികളായ ഒരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ നബിയാണ് റസൂൽ. എന്നാൽ ഒരു നബി മാത്രമാണ് എങ്കിൽ എതിരാളികളായ ആളുകളിലേക്കല്ല പൊതുവെ നിയോഗിക്കപ്പെടുക, മറിച്ച് അനുകൂലികളായ മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ തന്നെ അവരെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചവരാണവർ. അള്ളാഹുവിൻ്റെ നബിമാരിൽ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ 5 നബിമാരാണ്, 5 റസൂലുകളാണ്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ നമ്മുടെ റസൂലാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഇബ്രാഹിം, പിന്നെ മൂസ അലൈഹിമുസ്സലാം, അതിനുശേഷം ഈസാ നബിയും നൂഹ് നബിയും അലൈഹിമസ്സലാം. ആ 2 പേരിൽ ആർക്കാണ് ശ്രേഷ്ഠത കൂടുതൽ? അള്ളാഹുവിനാണ് അറിയുക. ലോകരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ നമ്മുടെ റസൂലാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്, ഇബ്രാഹിം നബി കഴിഞ്ഞാൽ മൂസ അലൈഹിസ്സലാമാണ്. അതിനുശേഷമുള്ളത് ഈ 2 നബിമാരാണ്, നൂഹ് നബിയും ഈസാ നബിയും. അവരിൽ 2 പേരിൽ ആർക്കാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് അറിയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ നാം ശരിക്ക് പഠിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. അള്ളാഹു യഥാർത്ഥ ഈമാൻ പഠിക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നബിമാരെയും റസൂലുകളെയും കുറിച്ച് നാം വിശ്വസിക്കേണ്ട സുപ്രധാനമായ, മറന്നുപോകാനൊരിക്കലും പാടില്ലാത്ത ഒരു പാഠം അവർ മനുഷ്യരാണ് എന്നതാണ്. അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരാണ്. അവർ ഇലാഹുകളല്ല, അവർ മനുഷ്യരാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ. വെള്ളിയാഴ്ചകളിൽ നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്തിൽ നിങ്ങൾ ഓതിയിട്ടില്ലേ? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ. പറയൂ നബിയെ, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലൈ, എനിക്ക് അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നു. നബിമാർ മനുഷ്യരാണ്. മനുഷ്യർക്കുണ്ടാകുന്നതുപോലെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വികാരവിചാരങ്ങളും അവർക്കുണ്ടാകും. മനുഷ്യർക്ക് വിശക്കും, നബിമാർക്ക് വിശക്കും. മനുഷ്യർക്ക് ദാഹിക്കും, നബിമാർക്ക് ദാഹിക്കും. മനുഷ്യർക്ക് രോഗങ്ങൾ വരും, നബിമാർക്ക് രോഗങ്ങൾ വരും. മനുഷ്യർ, അവർക്ക് ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, നബിമാർക്കും അതെ. ഇങ്ങനെ മനുഷ്യരാണവർ. അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യരിൽ നിന്നാണ് അവൻ്റെ റസൂലുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. ഓ നബിയെ, താങ്കൾക്ക് മുൻപ് പുരുഷന്മാരെ അല്ലാതെ, മനുഷ്യരെ അല്ലാതെ നാം റസൂലുകളായി നിയോഗിച്ചിട്ടില്ല. അകാന ലിന്നാസി അജബൻ അൻ ഔഹൈന ഇലാ റജുലിൻ മിൻഹും അൻ അൻദിറിൻ നാസ വബശ്ശിരിൽ ലദീന ആമനു. ജനങ്ങളെ താക്കീത് നൽകാൻ, അവരിലെ മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ അവരിൽ നിന്നുള്ള ഒരു മനുഷ്യന്, ഒരു പുരുഷന് അള്ളാഹു വഹി നൽകി എന്നത് ആളുകൾക്ക് എന്തേ അത്ഭുതമായി പോയോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നബിമാരുടെ ശത്രുക്കൾ, എതിരാളികൾ, അവർ ആ നബിമാരെ എതിരിടാൻ പ്രയോഗിച്ച പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് നിങ്ങൾ മനുഷ്യരാണ് എന്നതാണ്. അവർ പറഞ്ഞു, ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണത്. ഖാലു ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലനാ, ഖാലു ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. കാരണം അവർക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ നബിയാവുക അതവർക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ മനുഷ്യൻ മാത്രമാവണം, അല്ലാതെ മനുഷ്യൻ തന്നെ നബിയാവുക, മനുഷ്യന് തന്നെ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുക എന്നത് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. എന്നാൽ നബിമാരവരോട് പറഞ്ഞ മറുപടി എന്താണ്? അല്ല, ഞങ്ങൾ മനുഷ്യരല്ല മലക്കുകളാണ് എന്നാണോ? അല്ല. അവർ പറഞ്ഞ മറുപടി നോക്കൂ നിങ്ങൾ. ഖാലത് ലഹും റുസുലുഹും, അവരിലെ റസൂലുകൾ അവരോട് പറഞ്ഞു, ഇൻ നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, അതേ, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. എന്നാൽ വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു അവൻ്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ നുബൂവത്താകുന്ന, റിസാലത്താകുന്ന അനുഗ്രഹം നൽകുന്നു. അള്ളാഹു തിരഞ്ഞെടുത്ത് അവൻ്റെ വഹി ലഭിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ മനുഷ്യരാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ നബിമാർ പറഞ്ഞ മറുപടി. എന്നാൽ ആ കുഫാറുകൾ അവരുടെ നിഷേധം എവിടെ എത്തി? അവർ പറഞ്ഞു,
അവർ പറഞ്ഞു വല ഇൻ അതഅതും ബശറൻ മിസ്ലകും ഇന്നകും ഇദൽ ലഖാസിറൂൻ. ഇതാ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ നശിച്ചു പോകും എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അവർ മനുഷ്യരാണെന്ന് നാം മനസ്സിലാക്കുക. ഇന്നിതാ ഖബറുകളെ ആരാധിക്കുന്ന അള്ളാഹുവിൻ്റെ നബിമാരെ അവരുടെ സ്ഥാനത്തേക്ക് അപ്പുറത്തുയർത്തിയ ആളുകളുടെ വാദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു നിലക്ക് ചിന്തിച്ചു നോക്കിയാൽ നബിമാരുടെ അന്നത്തെ എതിരാളികളുടെ വാക്കവർ മറ്റൊരു രൂപത്തിൽ പറയുകയാണ്. കാരണം നബിമാരുടെ എതിരാളികൾ പറഞ്ഞു അവർക്ക് ഒരു മനുഷ്യൻ തന്നെ നബിയാവുക എന്നത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ ആളുകളോ അവർക്ക് അള്ളാഹുവിൻ്റെ നബി ഒരു മനുഷ്യനാണ് എന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. മറിച്ച് ആ നബിയെ ഒരു മലക്കിനെ പോലെ അല്ലെങ്കിൽ ഇലാഹായ റബ്ബിനെ പോലെ ആയാലേ തീരുകയുള്ളൂ എന്ന രൂപത്തിലാണ് അവരുടെ അമിത പ്രശംസകൾ വന്നു ചേരുന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിലക്കിയിട്ടില്ലേ? ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. നസ്രാനികൾ ഈസ ഇബ്നു മറിയമിനെ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അൻസാ കമാ തൻസൗൻ, നിങ്ങൾക്ക് മറവി ബാധിക്കുന്നത് പോലെ എനിക്ക് മറവി ബാധിക്കും. ഫഇദാ നസീതു ഫദക്കിറൂനി, അതുകൊണ്ട് ഞാൻ മറന്നുപോയാൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തി തരിക. നിസ്കാരത്തിലെ മറവിയെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി പറയുകയുണ്ടായി ഇന്നമാ അന ബശർ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. വ ഇന്നഹു യഅതീനിൽ ഖസ്മു, രണ്ട് കക്ഷികൾ പരസ്പരം തർക്കിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് വരും. ഫലഅല്ല ബഅദകും അയകൂന അബ്ലഗ മിൻ ബഅദ്, അവരിൽ ഒരു കക്ഷിക്ക് മറ്റേ കക്ഷിയേക്കാൾ നന്നായി സംസാരിക്കാൻ നല്ല വാക്ചാതുര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഫഅഹ്സിബു അന്നഹു സദഖ്, ഞാൻ വിചാരിക്കും ഇവൻ്റെ ഭാഗത്താണ് ന്യായമെന്ന്. ഫഅഖ്ദി ലഹു ബിദാലിക്, അങ്ങനെ അവൻ്റെ ഭാഗത്താണ് സത്യമെന്ന് വിചാരിച്ച് മറ്റവൻ്റെ അവകാശം ഞാൻ ഇവന് കൊടുക്കും. സാമ്പത്തികമായി തർക്കമായിരിക്കും, ഇവൻ്റെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിച്ച് ഞാൻ ഇവന് കൊടുക്കും. ഫമൻ ഖദൈതു ലഹു ബിഹഖി മുസ്ലിമിൻ ഫഇന്നമാ ഹിയ ഖിത്അത്തുൻ മിനൻ നാർ ഫലിയഖുദ്ഹാ ഔ ഫലിയത്രുക്ഹാ, അങ്ങനെ മറ്റവൻ്റെ അവകാശമാണ് ഞാനിവന് അറിയാതെ കൊടുക്കുന്നത് എങ്കിൽ നരകത്തിൻ്റെ ഒരു കഷ്ണമാണ് ഞാൻ അവന് കൊടുക്കുന്നത്. വേണമെങ്കിൽ അവനത് വാങ്ങട്ടെ, അല്ലെങ്കിൽ ഉപേക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. നോക്കൂ, രണ്ടുപേർ മുന്നിൽ വന്നാൽ അവരിൽ ആരാണ് സത്യം പറയുന്നത് എന്ന് അള്ളാഹുവിൻ്റെ വഹിയില്ലാതെ അറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുകയില്ല. എന്നാൽ പല ആളുകളും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നബിമാർക്ക് ഗൈബ് അറിയാമെന്ന് പറയുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഇതെല്ലാം ഖുർആനിനും സുന്നത്തിനും തീർത്തും എതിരാണ്. അള്ളാഹു നബിയോട് പറയാൻ കൽപ്പിച്ചത് നോക്കൂ നിങ്ങൾ. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ, പറയൂ നബിയെ, എനിക്ക് അള്ളാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരാളുമില്ല, എനിക്ക് അള്ളാഹുവിങ്കലല്ലാതെ ഒരു അഭയകേന്ദ്രവുമില്ല. ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒരു ഉപകാരോപദ്രവവും എൻ്റെ ഉടമസ്ഥതയിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നബിമാരിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരിൽ അന്തിമരായ നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം. മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം. നബി പറയുകയുണ്ടായി കാന കുല്ലു നബിയ്യിൻ യുബ്അഥു ഇലാ ഖൗമിഹി ഖാസ്സ, എല്ലാ നബിയും ആ നബിയുടെ ജനതയിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെട്ടിരുന്നത്. വബുഇസ്തു ഇലാ കുല്ലി അഹ്മറ വഅസ്വദ്, ഞാൻ കറുത്തവനോ വെളുത്തവനോ ആയ മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നബി പറഞ്ഞതിൽ മുഴുവൻ വിശ്വസിക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി പഠിപ്പിച്ചതുപോലെ മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, നബി പറഞ്ഞതെല്ലാം വിശ്വസിക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിച്ചോ അതുപോലെ മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസത്തിൽ വളരെ സുപ്രധാനമായ വിശ്വാസമാണ് അവിടുന്ന് അന്തിമ റസൂലാണെന്ന വിശ്വാസം. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളതുപോലെ മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയീൻ. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ നബിയാണ്, അവസാനത്തെ നബിയാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഇനി ആ നബിക്ക് ശേഷം ഒരു നബി ഉണ്ടെന്ന് വാദിച്ചാൽ അവൻ അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫറും മുർത്തദ്ദുമായിരിക്കുന്നു. ഒരു നബിയാണെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാൽ അവൻ കാഫറാണ്, മുർത്തദ്ദാൻ. അവനിൽ വിശ്വസിച്ചവരും
ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറുകളും മുർത്തദുകളുമാണ്. അല്ല, മറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബിയിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടാത്ത സാധാരണ കാഫിറുകളെക്കാൾ കടുത്ത മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കുഫാറുകളും മുർത്തദുകളുമാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, കാനത്ത് ബനു ഇസ്രായീല തസൂസുഹുമുൽ അംബിയ. ബനു ഇസ്രായീൽ അവരുടെ ഭരണവും മറ്റും കയ്യാളിയിരുന്നത് നബിമാരായിരുന്നു. കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബി, ഒരു നബി പോയാൽ അള്ളാഹു അടുത്ത നബിയെ നിയോഗിക്കും. എന്നാൽ വ ഇന്നഹു ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ നബി മദീനയിൽ നിർത്തി. അലിക്കത് പ്രയാസമായി. എന്തുകൊണ്ട് എന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ നോക്കാൻ നിർത്തുന്നു, യുദ്ധത്തിന് കൂട്ടുന്നില്ല എന്ന് ധീരനായ അലിക്ക് പ്രയാസമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് പറഞ്ഞു, അലാ തർദ അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ ഇല്ല അന്നഹു ലൈസ നബിയ്യുൻ ബഅദി. ഹാറൂനെ മൂസ അലൈഹിസ്സലാം നിശ്ചയിച്ചിട്ട് ആ നാട്ടിൽ നിന്ന് പോയതുപോലെ ഞാൻ നിന്നെ നിശ്ചയിച്ചു പോകുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ലേ? എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണത്? ലൈസ നബിയ്യുൻ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല. ഹാറൂനും മൂസായും നബിമാരായിരുന്നു, പക്ഷേ എനിക്ക് ശേഷം ഒരു നബിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, മസലി വമസലുൽ അംബിയ, എൻ്റെയും നബിമാരുടെയും ഉദാഹരണം കമസലി റജുലിൻ ബനാ ദാറൻ ഫഅതമ്മഹ വഅക്മലഹ ഇല്ലാ മൗദിഅ ലബ്നത്തിൻ, ഒരു മനോഹരമായ ഒരു വീട് പണിത ഒരാളെ പോലെയാണ്. അയാളതിൻ്റെ നിർമ്മാണമെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തിയാക്കി. എന്നാൽ ഒരു കല്ലിൻ്റെ സ്ഥലം, ഒരു കല്ല് വെക്കുന്ന സ്ഥലം അതയാൾ ഒഴിച്ചിട്ടു. ഫജഅല الناس يدخلونها ويتعجبون منها, ജനങ്ങൾ ആ വീട് കണ്ട് അത് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു, അവർക്ക് അത്ഭുതം തോന്നി. അവർ പറയാൻ തുടങ്ങി, ലൗലാ മൗദിഉൽ ലബ്ന, ഇതാ ഈ കല്ലിൻ്റെ വിടവ് ഇത് നികത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന മൗദിഉൽ ലബ്ന, ഞാനാണ് ആ കല്ലിൻ്റെ സ്ഥാനത്തുള്ളത്. ജിഅ്തു ഫഖതംതുൽ അംബിയ, ഞാൻ നിയോഗിക്കപ്പെട്ടതോടെ നബിമാരുടെ ശൃംഖല പൂർത്തിയായിരിക്കുന്നു, ഇനിയൊരു നബിയില്ല. അതാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ നബിമാരെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം. അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപമാണ് ഞാൻ ഇതുവരെ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ റസൂലുകളിൽ, അവൻ്റെ നബിമാരിൽ യഥാവിധി വിശ്വസിക്കുന്ന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആ നബിയുടെ കൂടെ, നല്ലവരായ ആളുകളുടെ കൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصرهم على أعدائهم يا رب العالمين يا قوي يا عزيز. ربنا تقبل منا إنك أنت السميع العليم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك العفو والعافية والمعافاة. وصلى الله وسلم على نبينا محمد.